أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله. وتلك الأمثال نضربها للناس لعلهم يتفكرون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവലോക സൃഷ്ടാവിന്റെ സർവ ആജ്ഞാനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് പരമാവധി മുത്തഖിയായി, മുഅ്മിനായി, മുവഹ്ഹിദായി ജീവിച്ച് മരിച്ച് സ്വർഗ്ഗം ലഭിക്കുന്നതിൽ ഉൾപ്പെടാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാനവരാശിക്ക് മാർഗദീപമായി അല്ലാഹു അവതരിപ്പിച്ച ഖുർആനിന്റെ അവതരണ വാർഷികമാണ് റമദാൻ മാസം. ആ ഖുർആനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാതെ, ആ ഖുർആനുമായി നീതി പാലിക്കാതെ പരിശുദ്ധ റമദാനിലെ നോമ്പ് നമുക്ക് നോക്കാൻ കഴിയില്ല. കാരണം ശഹ്റു റമദാനില്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ട മാസം അത് റമദാൻ മാസമാണ്. പരിശുദ്ധ റമദാനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് ഖുർആൻ പഠനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. പടച്ച തമ്പുരാൻ ധാരാളം അനുഗ്രഹങ്ങൾ ഈ ദുനിയാവിൽ നിന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ അക്ബർ നിഅമ, ഏറ്റവും വലിയ അനുഗ്രഹം ഖുർആൻ ഇറക്കി എന്നതാണ്. എന്തിനാ ഖുർആൻ ഇറക്കിയത്? ലിതുഖ്രിജൻ നാസ മിനൽ ദുലുമാതി ഇലൻ നൂർ, അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് മാനവ സമൂഹത്തെ കൈപിടിച്ചു കൊണ്ടുവരാനാണ് ഈ ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. പടച്ച തമ്പുരാനുമായിട്ടുള്ള കയറാണ്, ബന്ധപ്പെടുത്താവുന്ന പാശമാണ് ഖുർആൻ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ, വിശുദ്ധ ഖുർആൻ വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, അല്ലാഹുവിന്റെ പാശത്തെ മുറുകെ പിടിച്ചോളി. അല്ലാഹുവുമായി നമ്മെ ബന്ധപ്പെടുത്തുന്ന ഒരു കയറാണ് ഖുർആൻ. ആ കയറ് നമ്മൾ മുറുകെ പിടിച്ചാൽ അല്ലാഹുവുമായിട്ടുള്ള ബന്ധം നിലനിർത്താനാകുമെന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, 11 നാമങ്ങളുണ്ട് ഖുർആനെ കുറിച്ച്. ഖുർആൻ തന്നെ പരിചയപ്പെടുത്തിയത് 11 പേരുകളുണ്ട്. ഒന്നാമതായി പറഞ്ഞു കിതാബുൻ. അത് സാധാരണ ഒരു പുസ്തകത്തിനെ പോലെയുള്ള ഒരു പുസ്തകമല്ല ഖുർആൻ. വേദഗ്രന്ഥമാണ്, അള്ളാഹുവിന്റെ ദൈവികമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുക. രണ്ടാമത് പറഞ്ഞു ദിക്റാണ്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഈ ഉത്ബോധനം, ദിക്ർ എന്നുള്ള നമ്മുടെ ജീവിതത്തിൽ വിജയം വരിക്കാൻ ഉതകുന്ന മുഴുവൻ ഉത്ബോധനങ്ങളാണ് ഖുർആൻ, ദിക്ർ. അതുപോലെ തന്നെ ഫുർഖാൻ. ഖുർആനെ ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. എന്താ ഫുർഖാൻ പറഞ്ഞാല്? ഫുർഖാൻ സത്യാസത്യ വിവേചന ഗ്രന്ഥം. നമ്മൾ ജീവിക്കുന്ന ഈ ദുനിയാവില് സത്യമേതാണ് അസത്യമേതാണെന്ന് വിവേചിക്കാൻ ഉതകുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്നാണ്. ഇനിയോ ഷിഫാ. ഇന്ന് മാനസികമായി പ്രശ്നങ്ങളില്ലാത്ത ഒരാളില്ല.
തന്റെ മനസ്സിനെ അലട്ടുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുമായിട്ടാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഖുർആൻ നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല പ്രശ്നങ്ങൾക്കും ശിഫ ആണ് ഖുർആൻ. നമ്മൾ നാവ് കൊണ്ട് ഖുർആൻ ഓതുകയല്ലാതെ നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിലേക്ക് ഖുർആൻ ഇറങ്ങിച്ചെല്ലാത്തത് കൊണ്ടാണ് നമ്മൾ മാനസിക രോഗത്തിന് അടിമപ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിക്കുന്നത്. ഇനി പറഞ്ഞ പേരെന്താ? മുഅയ്മിൻ. മുഅയ്മിൻ ആശയ സമ്പൂർണമാണ് ഖുർആൻ. ഖുർആന് ഒരു സംഗതി പറഞ്ഞാൽ അതിപ്രവിശാലമായിട്ടുള്ള അർത്ഥം എത്ര എഴുതിയാലും വർണ്ണിച്ചാലും തീരാത്ത വിധം ആശയ സമ്പുഷ്ടമാണ് നാം. അതൊരു മുസദ്ദിഖാണ്. മറ്റുള്ള വേദഗ്രന്ഥത്തെ, തൗറാത്ത്, ഇഞ്ചീല്, സബൂർ, മുഴുവൻ വേദങ്ങളെയും സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഖുർആൻ ഇറങ്ങിയത്. ബൈബിളിനെ തള്ളിപ്പറയുന്നില്ല, തൗറാത്തിനെ തള്ളിപ്പറയുന്നില്ല, സബൂറിനെ തള്ളിപ്പറയുന്നില്ല. മുഴുവൻ വേദഗ്രന്ഥങ്ങളെയും സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഖുർആൻ ഇറങ്ങിയത്. ഇനിയോ നൂർ, വെളിച്ചമാണ്. അന്ധകാരത്തിന്റെ ആ കൂരിട്ട് ജീവിക്കുന്ന നമുക്ക് ജീവിതത്തിൽ വെളിച്ചം കിട്ടണമെങ്കിൽ ഖുർആൻ മനസ്സിലേക്ക് ഇറങ്ങി വരണമെന്നാണ്. മനസ്സിലേക്ക് ഖുർആൻ ഇറങ്ങിയാൽ നമ്മുടെ ജീവിതത്തിന്റെ സകല മേഖലകളിലുമുള്ള ഇരുട്ടിൽ നിന്നും മോചനം നൽകാൻ സാധിക്കുന്ന, അത് അൽ ഖയ്യിം, വക്രതയില്ലാത്ത ഒരു നേർപദത്തിലേക്കാണ് ഈ ഖുർആൻ നമ്മെ വഴിതെളിയിക്കുന്നത്. അതുപോലെ ബുർഹാൻ, ബുർഹാൻ എന്ന് പറഞ്ഞാൽ തെളിവ് എന്നാണ്, പ്രമാണമാണ്. നമ്മൾ ഇസ്ലാമിൽ ഒരു വിധി പറഞ്ഞാൽ ആദ്യം പറയുന്നത് എന്താണ്? ഖുർആനിലുണ്ടോ എന്ന് ചോദിക്കാൻ. ഏതൊരു വിഷയത്തിനും പ്രമാണമായി വരേണ്ടത്, ഒന്നാമതായി വരേണ്ടത് ഖുർആനാണ്. അതുപോലെ 10ാമതായി പറഞ്ഞു ഹുദ, സന്മാർഗമാണ്, ഹിദായത്താണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ. അതുപോലെ തൻസീൽ, പടച്ചോനിറക്കിയതാണ്. ഓരോ വാക്കും, ശുദ്ധ ഖുർആനിലെ ഓരോ വാക്കും അല്ലാഹുവിന്റെ കലാമാണ്. അലിഫ് ലാം മീം എന്ന് നമ്മൾ പാരായണം ചെയ്താൽ അലിഫ് ഹർഫും ലാം ഹർഫും മീം ഹർഫും ഓരോന്നിനും 100 ഇരട്ടി കൂലിയാണ്. ഈ റമദാൻ ആയിട്ട് ഖുർആൻ മറിച്ചു വെക്കാത്ത എത്ര ഉണ്ട്? ആദ്യത്തെ 10 കഴിഞ്ഞു. റമദാൻ കഴിയുന്നതിന് മുമ്പ് വിശുദ്ധ ഖുർആൻ ഒന്ന് പാരായണം ചെയ്യാൻ പോലും സാധിച്ചില്ലെങ്കിൽ നമ്മളെങ്ങനെ ഖുർആനിന്റെ അനുയായികളാണെന്ന് അവകാശപ്പെടില്ല. നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. ഒരു ശരീരത്തിലുള്ള റൂഹിനെ പോലെയാണ് ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. ഖുർആൻ പറഞ്ഞു, വകദാലിക ഔഹൈനാ റൂഹം മിൻ അംരിനാ, നമ്മുടെ റൂഹ് ഇറക്കിന, നമ്മുടെ ജീവിതത്തിലെ ആത്മാവായി, ജീവനായി നിലനിർത്തേണ്ടത് ഖുർആനാണെന്നാണ്. ജീവനില്ലാത്തൊരു ശരീരത്തെ നമ്മൾ മയ്യത്ത് വിളിക്കുകയാണ്. ഖുർആനില്ലാത്ത നമ്മുടെ ജീവിതം മയ്യത്തിന് സമാനമാണ്. നിർജീവമായ ഒരു മയ്യത്തിന് സമാനമാണ് എന്നാണ്. ഖുർആനിന്റെ തെല്ലും ഒരാളുടെ മനസ്സിലില്ലെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞൊരു വീടിനെ പോലെയാണെന്നാണ്. കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും അവിഹിതം ചെയ്യുന്ന ആളുകളുടെയും തോന്നിവാസം ചെയ്യുന്ന ആളുകളുടെയും ഒക്കെ താവളമായി മാറുന്നത് പോലെ നമ്മുടെ മനസ്സിൽ എല്ലാ അന്ധവിശ്വാസം ഉണ്ടാവും, എല്ലാ അനാചാരം ഉണ്ടാവും, എല്ലാ വിദേഹത്തും ഉണ്ടാവും. എല്ലാം കൊണ്ടും നമ്മുടെ മനസ്സ് മലിനാവുന്ന, ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു വീട് പോലെയായി മാറുന്ന. ഖുർആനിനോട് നമ്മൾ 3 ബാധ്യത കാണിക്കണം. ഖുർആനിനോട് 3 ബാധ്യത. ഒന്ന്, الذين آتيناهم الكتاب يتلونه حق تلاوته. ഒന്നാമത് ഖുർആനോട് നമ്മൾ കാണിക്കേണ്ടത് ഖുർആൻ ഓതേണ്ട പ്രകാരം ഓതണമെന്നാണ്. തജ്വീദ് അനുസരിച്ച് ഖുർആൻ ഓതണമെന്നാണ്. തജ്വീദ് അനുസരിച്ച് ഖുർആൻ ഓതാത്തവൻ, ഈണത്തിൽ ഖുർആൻ ഓതാത്തവൻ ഫലൈസ മിന്നാ, മുസ്ലിം അല്ല എന്നാണ്. വെറുതെ ഇങ്ങനെ വായിച്ച് തൊപ്പി തടഞ്ഞിങ്ങനെ പോയാൽ പോരാ. പരമാവധി നന്നായി സുന്ദരമായി തജ്വീദിന്റെ നിയമങ്ങൾ അനുസൃതമായി കൊണ്ട് ഓതാന് പഠിക്കണം.
ഓതാണ് നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്താണ്? ഖുർആനോട് കാണിക്കേണ്ട ഒന്നാമത്തെ ബാധ്യത തജ്വീദിന്റെ അടിസ്ഥാനത്തിൽ ഖുർആൻ ഓതുക എന്നതാണ്. രണ്ടാമതായി ഖുർആനോട് നമ്മൾ കാണിക്കേണ്ട ബാധ്യത ഫഹ്മുൽ മഅന, അർത്ഥം അറിയണം. വെറുതെ അങ്ങനെ ഓതിപ്പോയി അതിന്റെ ഈണവും ശൈലിയും മാത്രം ആസ്വദിച്ചാൽ മാത്രം പോരാ. എന്താണ് ഈ പറയുന്നത്? ഇമാം ഇങ്ങനെ ഖുർആൻ ഓതുമ്പോൾ നമ്മൾ കൊട്ടുവായിട്ട് അശ്രദ്ധമായി നമ്മൾ നിൽക്കുന്നില്ലേ? എന്തിന് കാരണം? എന്താണ് ഇതിന് കാരണം? ഇമാം എന്താണ് ഓതുന്നത് നമുക്കറിയുന്നില്ല. ഞാനത് ചോദിക്കട്ടെ. ഖുർആനിലെ 6246 ആയത്തിൽ നമ്മൾ സ്വാധീനിച്ച ആയത്ത് ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് മറുപടി നമുക്ക് പറയാൻ കഴിയാം? ഏറ്റവും സ്വാധീനിച്ച നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയും. ഏറ്റവും നിങ്ങൾ സ്വാധീനിച്ച ചരിത്രം ഏതാണ്, പുസ്തകം ഏതാണ്, അതുപോലെ തന്നെ സാഹിത്യം ഏതാണ്, ഇതിനൊക്കെ മറുപടി. പക്ഷെ വിശുദ്ധ ഖുർആനിൽ നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ച ആയത്ത് ഏത്? ഖുർആൻ പറയാ വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. ഖുർആനിന്റെ ആയത്തുകൾ ഓതിയാൽ ഈമാൻ വർദ്ധിക്കും വിശ്വാസികൾക്ക്. ഏത് ആയത്ത് കേട്ടിട്ടാണ് നമുക്ക് ഈമാൻ വർദ്ധിച്ചത്? നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിലേക്ക് ഖുർആനിന്റെ വെളിച്ചം ഇറങ്ങി ചെല്ലുന്നില്ല. മൂന്നാമതായി ഖുർആനോട് കാണിക്കേണ്ടത് അമലുൻ ബിഹി. ഖുർആൻ ഓതിയാൽ പോരാ, അർത്ഥമറിഞ്ഞാലും പോരാ, ആ ഖുർആനിന്റെ ആശയത്തിന് അനുസൃതമായി നമ്മുടെ ജീവിതം നമുക്ക് ക്രമീകരിക്കാൻ കഴിയണമെന്നാണ്. യഥാർത്ഥമായ ഹിദായത്തിന്റെ മാർഗത്തിലേക്കാണ് ഖുർആൻ കൊണ്ടുവരുന്നത്. നേരായ മാർഗത്തിലേക്കാണ് ഖുർആൻ നിങ്ങളെ കൈപിടിച്ച് കൊണ്ടുപോകുന്നത്. അപ്പൊ ഖുർആനിന്റെ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് എത്തിപ്പെടണമെങ്കിൽ അതിന്റെ അർത്ഥം അറിയണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ വീടുകളിലും നമ്മുടെ മനസ്സുകളിലും ഒക്കെ ചെയ്താൻ കൂടുവെച്ചൊക്കെയാണ്. ശ്മശാന മൂകമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തജ്അലു ബിയൂതകും മഖാബിറ. നിങ്ങളുടെ വീടുകളെ നിങ്ങൾ കബറുകളെ പോലെ ആക്കാൻ പാടില്ല, ശ്മശാന മുഖമാക്കാൻ പാടില്ല. ഇഖ്റഉ സൂറത്തുൽ ബഖറ. നിങ്ങൾ സൂറത്തുൽ ബഖറ ഓതണം വീടുകളിൽ. ഇന്ന ശൈത്വാന യൻഫിറു മിനൽ ബൈത്തില്ലദീ തഖ്റഉ സൂറത്തുൽ ബഖറ. വീട്ടിൽ സൂറത്തുൽ ബഖറ നിങ്ങൾ പാരായണം ചെയ്താൽ ആ വീടുകളിൽ നിന്ന് പിശാച് ഓടി അകലുന്ന. നിങ്ങൾ ആലോചിച്ച് നോക്കി, മുമ്പൊക്കെ മഗ്‌രിബ് നിസ്കരിച്ച് ഒരു വഴിയോരങ്ങളിൽ നമ്മൾ നടന്നാൽ എല്ലാ വീട്ടിന്ന് ഓത്ത് കെട്ടി. ഇന്നത്തെ അവസ്ഥ എന്താ? സീരിയലും സിനിമയും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പും അത് മാത്രമായി നമ്മൾ ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ ഖുർആനിൽ നിന്ന് ബഹുദൂരം നമ്മൾ അകന്നു പോവുകയാണ്. അതുകൊണ്ട് മനസ്സിൽ നിന്ന്, നമ്മുടെ വീടുകളിൽ നിന്ന് പിശാചിനെ നമ്മൾ ആട്ടിയോടിക്കണമെങ്കിൽ ഖുർആനിന്റെ വെളിച്ചം നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങി വരണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇരുണ്ട യുഗത്തിലെ വരണ്ട ഹൃദയമുള്ള കാട്ടറിവികൾ അവരെ ഏറ്റവും ഉത്തമമായ കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാണ് സമൂഹത്തിലെ ഏറ്റവും നല്ല ഉമ്മത്തി എന്നുള്ള സ്ഥാനത്തേക്ക് കൈപിടിച്ചെത്തിച്ചത് ഖുർആനാണ്. അതേ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്. ഇന്ന് നമ്മുടെ ചോദിച്ച് സമാധാനം കിട്ടുന്നില്ല. എന്താ കാരണം? ഖുർആൻ തന്നെ പറഞ്ഞു, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. എന്റെ ഉത്ബോധനത്തെ തൊട്ട് ആര് പിന്തിരിഞ്ഞു കളഞ്ഞുവോ ഫഇന്ന ലഹു മഈശതൻ ദൻക, ഏറ്റവും പ്രയാസമുള്ള സമാധാനമില്ലാത്ത ജീവിതമായിരിക്കും. മാത്രവുമല്ല, നാളെ പരലോകത്ത് വരുമ്പോഴേ ഖുർആനിനെ അവഗണിച്ച ഒരാൾക്കും കണ്ണുണ്ടാവില്ല. ഈ ദുനിയാവിൽ ഖുർആനിനെ അവഗണിച്ചുകൊണ്ട് താൻ തോന്നിയായി ജീവിക്കുന്ന ഒരാള് നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടുക അന്ധനായിട്ടായിരിക്കുന്ന.
യൗമൽ ഖിയാമത്തി അഅമാ. ഈ ദുനിയാവിൽ ഖുർആനിനെ അവഗണിച്ച ആളുകളെ നാം നാളെ പരലോകത്ത് അന്ധന്മാരായി ഒരുമിച്ച് കൂട്ടും. അപ്പൊ പടച്ചോട് ചോദിക്കുക, ലിമ അശർതനീ അഅമാ, പടച്ച തമ്പുരാന് ദുനിയാവിൽ വെച്ച് സുന്ദരമായ 2 കണ്ണുകൾ ഉണ്ടായിരുന്നു. എന്തിനാണ് റബ്ബേ കണ്ണ് പൊട്ടനായി ദുനിയാവിൽ നിന്ന് പരലോകത്തേക്ക് ഞങ്ങളെ എത്തിച്ചത്? ലിമ അശർതനീ അഅമാ, എന്തിനാണ് റബ്ബേ അന്ധനായി ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്? പടച്ചോൻ പറയാ, കാല കദാലിക അത്തുക ആയാതുനാ ഫനസീതഹ, എന്റെ ഖുർആൻ നിനക്ക് ഞാൻ ഇറക്കി തന്നിരുന്നു. ഫനസീതഹ, നീ അങ്ങ് മറന്നല്ലേ, നിനക്ക് ഓതാൻ നേരം കിട്ടില്ലല്ലേ, നിനക്ക് പഠിക്കാൻ സമയം കിട്ടില്ലല്ലേ, ഒരു ഖുർആൻ ക്ലാസ് ഉണ്ടായിട്ടും ഒന്ന് കയറിയിരിക്കാൻ നിങ്ങളെ മനസ്സിന് അനുവദിച്ചില്ലല്ലേ. കദാലിക അത്തുക ആയാതുനാ ഫനസീതഹ വകദാലിക യൗമ തുൻസാ, ഇന്ന് നിന്നെ ഞാൻ മറക്കാൻ പോവാ. നിനക്ക് കണ്ണുകൾ വേണ്ട, എന്റെ ഖുർആനൊന്ന് ഓതാൻ നിനക്കാവുന്നില്ലെങ്കിൽ നിന്റെ കണ്ണ് ഞാൻ തിരിച്ചെടുക്കുക എന്ന് പറയപ്പെടുന്ന ഒരു ഭയാനകമായിട്ടുള്ളൊരു മനുഷ്യര സഹോദരങ്ങളെ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. എന്തായത്ത് കേട്ടാലും എന്ത് ഹദീസ് കേട്ടാലും നമ്മളെ മനസ്സിൽ എന്തെങ്കിലും ഉൾക്കണ്ടോ, എന്തൊരു മാറ്റണ്ടോ? ഖുർആൻ പറഞ്ഞു, സുമ്മ കസത്ത് ഖുലൂബുഹും കൽ ഹിജാറ, കല്ലിനേക്കാളും കടുത്തുപോയെന്നാണ്. കല്ലുകൾ പൊട്ടിപ്പിടർന്ന് ഉറവുകൾ ഉണ്ടാകാറുണ്ട്. പടച്ച തമ്പുരാനെ പേടിച്ച് ഉയരങ്ങളിൽ നിന്ന് കല്ലുകൾ താഴോട്ട് പതിക്കാറുണ്ട്. പക്ഷേ നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഹൃദയം അതിനേക്കാളും കടുത്തുപോയെന്നാണ്. ഈ ഖുർആനിന്റെ അവതരണവുമായി കൊണ്ട് പറഞ്ഞു, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ, ഞാൻ ഈ ഖുർആൻ ഇറക്കുന്നത് ഒരു പർവ്വതത്തിലായിരുന്നെങ്കിൽ, ഞാൻ ഈ ഖുർആൻ ഇറക്കുന്നത് ഒരു പർവ്വതത്തിലാണെങ്കിൽ, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്, പടച്ചോനെ പേടിച്ച് ആ പർവ്വതം തന്നെ പൊട്ടിപ്പിളർന്ന് തരിപ്പണമാകുമായിരുന്നു. ഒരു പർവ്വതത്തിന്റെ, ഒരു മാമലയുടെ, ഒരു മലയുടെ മുകളിലാണെങ്കിൽ എന്തായത്ത് കേട്ടിട്ടും, ഏതൊരു ഹദീസ് കേട്ടിട്ടും, ഏതൊരു ഖുർആനിന്റെ ആശയം കേട്ടിട്ടും നമ്മുടെ മനസ്സിൽ ഒരു സ്വാധീനവും ഇല്ലാതായി മാറിയിട്ടുണ്ടെന്ന് ഖുർആൻ പറയുന്ന സഹോദരങ്ങളെ, റമദാന് യാത്ര ആകാറായി. 2ാമത്തെ 10ലേക്ക് നമ്മൾ പ്രവേശിച്ചു. എപ്പോഴാണ് റമദാൻ നമ്മിൽ നിന്ന് യാത്രയായെന്ന് അറിയില്ല. ഒരു തവണയെങ്കിലും ഖുർആൻ ഓതണ്ടേ? ഒരു തവണയെങ്കിലും നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നതിന് പടച്ചവൻ ഇറക്കിയ ജീവിത സംഹിതയായ ഖുർആനിന്റെ ആയത്തിന്റെ അർത്ഥമറിയാത്ത നമ്മൾ എങ്ങനെ പറയും ഖുർആൻ ഇമാമി, എന്റെ ഇമാമ് ഖുർആനാണെന്ന് കബറിലെ മലക്കുടെ ചോദ്യത്തിന് ഖുർആൻ ഇമാമി എന്ന് എങ്ങനെ പറയും? നമ്മള് നമുക്കെതിരായി അല്ലാഹു റസൂൽ പറയില്ലേ, ഇന്ന ഖൗമി ഇത്തഹദു ഹാദൽ ഖുർആന മഹ്ജൂറ, പടച്ച തമ്പുരാനെ എന്റെ സമൂഹം ഈ ഖുർആനെ കൈയൊഴിഞ്ഞു. നിങ്ങൾ ആലോചിച്ച, ഹജറ, ഭാര്യ ഭർത്തൃ ബന്ധത്തില് ഭാര്യ പറഞ്ഞത് കേൾക്കാത്ത സ്വഭാവം ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നല്ല നിലക്ക് ഉപദേശിക്കുക, 2ാമത് ചെയ്യേണ്ടത് കിടപ്പറയിൽ ബഹിഷ്കരിക്കുക എന്നതാണ്. സ്വന്തം ഭാര്യ തന്റെ കിടപ്പറയിൽ ഉണ്ടായിട്ടും അവൾ അവഗണിക്കുക. കാരണം എന്താ? അവൾ പറഞ്ഞേക്കുന്നില്ലെങ്കിൽ എന്ന പോലെ ഖുർആൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടും നമ്മൾ കൈയൊഴിഞ്ഞു. എത്ര ഖുർആനുണ്ട്, എത്ര പരിഭാഷ ഉണ്ട്. നിങ്ങൾ ആലോചിച്ച്, നേരത്തെ പള്ളിയിലെത്തിയാലും ആ ഖുർആൻ ഒന്ന് മറിച്ച് നോക്കാൻ നമ്മുടെ മൊബൈലൊക്കെ ഉണ്ട് ഖുർആന്റെ ആപ്പ്. എത്ര ദിവസം ഓതിയത്? നമ്മുടെ മനസ്സാക്ഷി ചോദിക്കുക, നമ്മള് ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ എന്ന് പറയുന്ന വിഭാഗത്തിൽ ഞാനും നിങ്ങളും ഒക്കെ പെട്ടുപോകും. ഖുർആനാണ് റമദാനിന്റെ സ്റ്റാർ. ആ ഖുർആനിനെ അവഗണിച്ചാൽ റമദാനിന്റെ പുണ്യമോ പോരിശയോ സ്വന്തമാക്കാൻ കഴിയില്ല. സഹോദരങ്ങളെ, റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന ഭാഗ്യശാലികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി
അനുഗ്രഹിക്കുമാറാകട്ടെ.